14-15 വാർഡ് കമ്മിറ്റികൾ സംയുക്ത സമ്മേളനവും മഹാത്മാഗാന്ധി കുടുംബസംഗമവും നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഇവിടെ സ്വാതന്ത്ര്യം അല്ലായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തില് ഇന്ത്യയിലെ വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് ജോലി അതുപോലെ അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്നതിന് വേണ്ടി ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഘടന രൂപം കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നീട് ഈ പ്രസ്ഥാനം പതിയെ പതിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മഹത്തായ പോരാട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. ഗാന്ധിജി വിദേശ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അഡ്വക്കേറ്റായി വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ ഇന്ത്യയിലേക്ക് എത്തിയപ്പോഴാണ് ഇവിടെ കൊടുമ്പിരി കൊണ്ടുകൊണ്ട് ഇവിടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടക്കുന്നത്. അദ്ദേഹം വിദേശ വിദ്യാഭ്യാസം ലഭിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് നല്ലൊരു വക്കീലായി നല്ല രീതിയിൽ ഇവിടെ പ്രാക്ടീസ് കിട്ടി സമ്പന്നനായ ഒരാളായി ജീവിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ദാദാഭായ് നവറോജിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് എന്താണ് ഇന്ത്യ എന്ന് അറിയുവാനായിട്ടാണ് അദ്ദേഹം ആദ്യം ശ്രമിച്ചത്. അങ്ങനെ അദ്ദേഹം ഇന്ത്യ മുഴുവൻ ചുറ്റി. ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി അമീർ പതുപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. ഗാന്ധിയൻ കൂട്ടായ്മ സംസ്ഥാന വൈസ് ചെയർമാൻ ഇസാബിൻ അബ്ദുൽ കരീം മുഖ്യപ്രഭാഷണം നടത്തി. DCC എക്സിക്യൂട്ടീവ് അംഗം PK ഷംസുദ്ദീൻ, മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ KA സിറാജ്, DCC അംഗം RB മുഹമ്മദ് അലി, PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, KR അശോകൻ, സൈനുദ്ദീൻ കാട്ടകത്ത്, KR നിതീഷ് കുമാർ, അസീസ് കാട്ടകത്ത്, TS രാജേന്ദ്രൻ മാസ്റ്റർ, സലാം കുഴുപ്പള്ളി, ഹൈദ്രോസ് കാട്ടകത്ത്, PD വിജയൻ, അഡ്വക്കേറ്റ് KM ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PA ഷിംനാസ് സ്വാഗതവും വാർഡ് സെക്രട്ടറി KK ദയാനന്ദൻ നന്ദിയും പറഞ്ഞു. സുധീർ കാട്ടകത്ത്, പ്രവിന്ദ വിജുമോൻ, ഷാജി കുന്നത്ത്, പ്രകാശൻ അവനിപ്പുള്ളി, സൗരവ് സുന്ദർ, ചന്ദ്രിക അരിയത്തുള്ളി, സിദ്ദിഖ് പറക്കോട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി.